ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അഫ്കോഴ്സ് ലൈഫിൽ ഇങ്ങനെ അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ഉണ്ടാവുമെങ്കിൽ പോലും നമുക്ക് കിട്ടുന്ന ചെറിയ ചില സന്തോഷ നിമിഷങ്ങൾ ആനന്ദകരമാക്കുക, അല്ലെങ്കിൽ ആസ്വദിച്ച് ഇങ്ങനെ സമാധാനപരമായിട്ടുള്ള ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാവരും ശ്രമിക്കുക. അപ്പോൾ അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഞാൻ കുറച്ച് ദിവസമായിട്ട് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല. അപ്പോൾ ഞാനിങ്ങനെ ഒരു സ്പെഷ്യൽ റെസിപ്പി എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുള്ള ഒരു ട്രഡീഷണൽ റെസിപ്പി ആയിട്ട് വന്നിരിക്കുകയാണ് കേട്ടോ. എന്നാണെന്നറിയോ? ചീനിമുളക് മധുരക്കറി. എങ്ങനെയാണ് ഈ ചീനിമുളക് കൊണ്ട് മധുരമുള്ളൊരു കറി ഉണ്ടാക്കുകയെന്ന് നമ്മളിങ്ങനെ സംശയിക്കും. പക്ഷെ അത് പോസിബിളാണ്. അതിൻ്റെ റെസിപ്പി ഞാൻ പറഞ്ഞു തരട്ടെ. ആക്ച്വലി ഇത് വലിയ പണിയുള്ള സാധനമൊന്നുമല്ല, വളരെ എളുപ്പം നമുക്ക് ചെയ്യാവുന്നതാണ് കേട്ടോ. അതിനായിട്ട് ആവശ്യത്തിന് ചീനിമുളക് എടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ അടുത്തുള്ളൊരു ചേച്ചി കൊണ്ട് തന്നതാട്ടോ ഈ ചീനിമുളക്. അതിനുശേഷം ഈ 2 നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയുടെ പേസ്റ്റ് എടുത്തു വെച്ചിട്ടുണ്ട്. അത് ഒരുപാട് വെള്ളമൊഴിച്ച് നമ്മൾ പിഴിയരുത്. കുറച്ച് വെള്ളമൊഴിച്ചിട്ട് ഒരു പേസ്റ്റ് രൂപത്തിലാക്കിയെടുക്കണം. പിന്നെ കുറച്ച് കറിവേപ്പിലയും 2 കഷ്ണം ശർക്കര അല്ലെങ്കിൽ വെല്ലം എന്നൊക്കെ പറയാം. പിന്നെ കുറച്ച് കിസ്മിസ് എടുത്തിട്ടുണ്ട്. അതിപ്പോൾ ബ്ലാക്ക് ആവാം, ഈ കളറാവാം, ഏത് ടൈപ്പ് കിസ്മിസ് വേണമെങ്കിലും എടുക്കാം. കിസ്മിസിന് ബദലായിട്ട് നിങ്ങൾക്ക് ഡേറ്റ്സ് എടുക്കണം എന്നുണ്ടെങ്കിലും ഓക്കെയാണ്. പിന്നെ കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നല്ല അടിപൊളി ചീനിമുളക് മധുരക്കറി ഉണ്ടാക്കാം കേട്ടോ. ആക്ച്വലി നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ 50 പൈസയ്ക്ക് മേടിക്കാൻ കിട്ടില്ലേ പുളിമുട്ടായി, ആ ഒരു ടേസ്റ്റാണ് കേട്ടോ. എനിക്കതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെയൊക്കെ റെസിപ്പീസ് എനിക്ക് പേഴ്സണൽ ഫേവറേറ്റ് ആണ് എപ്പോഴും. അപ്പോൾ നമ്മൾ ഒരു ചീനിച്ചട്ടി വെച്ചു, ഇരുമ്പ് ചീനിച്ചട്ടിയാണ്. എന്നിട്ട് വെള്ളമൊക്കെ വറ്റിയ ശേഷം നമ്മൾ ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഒരു ഇച്ചിരി കൂടിയാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ അതിനകത്ത് ഉഴുന്നിട്ട് കൊടുക്കണം. പക്ഷേ ഒരു കാര്യമുണ്ട്, ഇവിടെ അമ്മ എൻ്റെ വാക്ക് കേട്ട് അമ്മ എന്നോട് ചോദിച്ചു എണ്ണ ചൂടായോ എന്തോ എന്നിങ്ങനെ ജസ്റ്റ് ചോദിക്കുമ്പോഴത്തേനും ഞാൻ പറഞ്ഞു ചൂടായി വേഗം ഇട്ടോ എന്നിങ്ങനെ പറഞ്ഞു. എന്തിനാന്ന് വെച്ചാൽ എനിക്ക് കൈ വേദനിക്കാൻ തുടങ്ങി വീഡിയോ എടുത്തിട്ട്. പക്ഷേ യഥാർത്ഥത്തിൽ എണ്ണ ചൂടായിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. നല്ലെണ്ണ ഒഴിച്ചു കൊടുത്ത് എണ്ണ ചൂടായ ശേഷം മാത്രം ഉഴുന്നിടുക. എന്നിട്ട് ഈ ഉഴുന്ന് ചോക്കുമല്ലോ, അന്നേരം കറിവേപ്പില ഇടുക. എന്നിട്ട് ഉടനെയല്ല കറിവേപ്പില ഒന്ന് പൊട്ടിയ ശേഷം പെട്ടെന്ന് തന്നെ നമ്മൾ ഈ ചീനിമുളക് ഇടണം. ഈ ചീനിമുളക് ഇതാണ്ടില്ലേ, സ്ഫോടനമൊക്കെ സംഭവിച്ചു തുടങ്ങി. അപ്പം ഈ ചീനിമുളക് നമ്മൾ എടുത്തു വെച്ചത് ഇട്ട ശേഷം കുറച്ച് ഇഞ്ചി അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ആ ഇഞ്ചിയും കൂടെ ഇട്ടിട്ട് നമ്മൾ അപ്പം തന്നെ അടച്ചു വെക്കണം കേട്ടോ. അടച്ചു വെക്കുമ്പം കംപ്ലീറ്റ് ആയിട്ട് ഈ ചീനിച്ചട്ടി മൂടുന്ന പോലെ വെക്കരുത്. ഒരു ഇച്ചിരി ഓപ്പൺ സ്പേസ് ഇട്ട് കൊടുക്കണം. അതെന്തിനാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈർപ്പമൊക്കെ വെളിയിൽ പോകാനായിട്ടാണ് കേട്ടോ. ഇതെന്തായാലും മൂടി വയ്ക്കണം, അല്ലെങ്കിൽ മുളക് പൊട്ടിത്തെറിക്കാനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്. ആക്ച്വലി ഞാൻ ക്യാമറ കൊണ്ട് നിൽക്കുമ്പം കുറച്ചധികം പേടിച്ചിട്ടാണ് നിന്ന് അമ്മാനോട് അമ്മ വേഗം മൂട് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളത് ചെയ്യുമ്പോൾ ഈ പറഞ്ഞ പോലെ അടച്ചു വയ്ക്കാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ കാണുന്ന പോലെ ഇടയ്ക്കൂടെ ഇങ്ങനെ നമ്മൾ ഒളിഞ്ഞു നോക്കുന്ന പോലെ കുറച്ച് ചെറുതായിട്ടൊരു സ്പൂൺ വെച്ച് നമ്മളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് എല്ലാ മുളകും പൊട്ടുന്നത് വരെ നമ്മൾ വെയിറ്റ് ചെയ്തുകൊണ്ട് തന്നെ ഇരിക്കണം. ഒരു 5 മിനിറ്റോളം ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കിസ്മിസ് ഇടുക. അത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ബ്ലാക്ക് കിസ്മിസ് ആയാലും ഈ ടൈപ്പ് കിസ്മിസ് ആയാലും ഒന്നും പ്രശ്നമല്ല. അതിട്ടിട്ട് അതും ഈ എണ്ണയിലിരിക്കുമ്പോൾ ഈ കിസ്മിസ് ഗുണ്ടു ആവുമല്ലോ. അപ്പോൾ അതുവരെ ഒരു ടൈം കൊടുക്കുക. നമ്മൾ എപ്പോഴും കുക്ക് ചെയ്യുന്ന സമയത്ത് ശരിക്കും ആ ഫുഡ് ശരിക്കും കുക്ക് ചെയ്യാൻ പാകത്തിനുള്ള ടൈം നമ്മൾ അതിന് അനുവദിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം കുക്കിങ്ങിൽ. അങ്ങനെ ചെയ്യുമ്പോഴാണ് ആ ഒരു ഫുഡിന് അതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ കിട്ടുക. അപ്പം നമ്മൾ അത് ഇട്ടിട്ട് അങ്ങ് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇതിന് ശേഷം നമ്മൾ അരച്ച് എടുത്തു വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. ആക്ച്വലി അമ്മ ഈ സാധനങ്ങളൊക്കെ എണ്ണയിൽ ഇങ്ങനെ മുക്കി കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്നറിയോ? ആ എണ്ണയിലിട്ട് ഈ സാധനങ്ങൾ മൊരിയുമ്പോൾ ഒരു മണമുണ്ട്. പടച്ചോനെ എന്ത് മണമാണെന്നറിയോ! ഇത് ഒരു രക്ഷയില്ലാത്ത മണമാണ്. നമ്മൾ ഈ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ഈ മുളക് നെയ്യിലിട്ട് പൊട്ടിക്കും ഫസ്റ്റ്. നമ്മൾ പാലക്കാട്ടുകാർ ബിരിയാണി വെക്കുമ്പോൾ ആ വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ഒന്ന് കയറി കണ്ടോളൂ കേട്ടോ. അപ്പോൾ ആ പൊട്ടുന്ന സമയത്തൊരു അസല് മണമാണ്. അതേപോലത്തെ മണമാണ് ഇപ്പോഴും. പ്ലസ് അതിൻ്റെ കൂടെ ഈ കിസ്മിസൊക്കെ ആകുമ്പോഴേക്കും കിടുക്കാച്ചി സാധനമാണ്, ഒരു രക്ഷയില്ലാത്ത സാധനമാണ്. പിന്നെ നമ്മൾ ഈ എടുത്തു വെച്ചിട്ടുള്ള പുളിയുടെ പേസ്റ്റ് ഉണ്ടല്ലോ, 2 നാരങ്ങ വലുപ്പത്തിലുള്ള പുളിയുടെ പേസ്റ്റ്, അതും ഇതിനകത്ത് ഒഴിക്കാം. ഇപ്പം നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും എണ്ണ ഇങ്ങനെ മേലെ നിൽക്കുന്നുണ്ടാവും അല്ലേ? ആ ഒരു ക്വാണ്ടിറ്റിയിൽ വേണം നമ്മൾ എണ്ണ ഒഴിക്കാനായിട്ട്. പിന്നെ ഒരു നുള്ളുപ്പാണ്, കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. കാരണം ഈ മധുരം പുളിയും എരിവൊക്കെ ഒന്ന് കോമ്പൻസേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കുറച്ചുപ്പ്. അതിനുശേഷം നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള 2 വെല്ലം ഉണ്ടല്ലോ, 2 ശർക്കര
എടുത്ത് ഇതിനകത്ത് നമ്മൾ കുത്തി പൊട്ടിച്ചതാണത്. ഇതിട്ടിട്ട് ഇതിനകത്തൊന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്ത് കുറച്ച് നേരം കഴിയുമ്പോൾ ഈ ശർക്കര മെൽട്ടാവും. ഇത് മെൽട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഡിഷ് റെഡിയായി. ഇത്രേ ഉള്ളൂ സംഗതി കേട്ടോ. വളരെ എളുപ്പമുള്ള ഡിഷാണ്. സത്യം പറഞ്ഞാൽ ഇതൊരു 2 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് കഴിക്കാനാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പം ഞാൻ വിചാരിച്ചു ഇനി ബാക്കിയുള്ള വീഡിയോ 2 ദിവസം കഴിഞ്ഞിട്ട് എടുക്കാം. ഇങ്ങനെയാണ് 2 ദിവസം കഴിഞ്ഞാൽ ഉണ്ടാവുന്നതെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് ഈ വീഡിയോ സ്റ്റോപ്പ് ചെയ്തു. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി 2 ദിവസത്തിൻ്റെ ഉള്ളിൽ ഈ കറി കഴിഞ്ഞതുകൊണ്ടും വീഡിയോ എടുക്കണം എന്നുള്ള കാര്യം ഞാൻ മറന്നതുകൊണ്ടും എനിക്കിത് എടുക്കാൻ സാധിച്ചില്ല. അപ്പം നല്ല ചൂട് ചോറെടുത്തിട്ട് ഈ മുളകൊക്കെ ഒന്ന് ഞെക്കി പിഴിഞ്ഞിട്ട് നന്നായി കുഴച്ചിട്ട് ഒരു പിടി പിടിച്ചാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യണേ. താങ്ക്